ഇന്നലത്തെ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയിൽ മറ്റേ അവൻ പറയുന്ന പോലെ നിങ്ങളുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട്, അപ്പൊ അവന്റെ രാജ്യം ഏതാ? എടാ, എന്റെ രാജ്യത്ത് നിയമമുണ്ട് എന്ന് പറയുന്നവനാണ് ഇന്ത്യക്കാരൻ, അല്ലെ? എന്റെ രാജ്യത്ത് നിയമം, അല്ലാതെ അവൻ ആ ലൈവില് വന്നിരുന്ന് പറഞ്ഞത് എന്റെ വീഡിയോയിൽ കിടപ്പുണ്ട് നിങ്ങളുടെ രാജ്യത്ത്. അപ്പൊ അവൻ ഏത് രാജ്യക്കാരാ? നിങ്ങളുടെ രാജ്യത്ത് എന്ന് പറയുമ്പോൾ എടാ നമ്മുടെ രാജ്യത്ത് എന്നാ പറയണ്ടേ, അല്ലെ? ഇന്ത്യ എന്റെ രാജ്യമാണെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്ന ആളാണ്. അപ്പൊ അവിടെ എന്റെ രാജ്യത്ത് നിയമമുണ്ട്, നമ്മുടെ രാജ്യത്ത് നിയമമുണ്ട്, അല്ലെ നിങ്ങളുടെ രാജ്യത്ത് നിയമമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഏതോ രാജ്യക്കാരനാണ്. അങ്ങനല്ലേ? നിങ്ങളുടെയൊക്കെ നാട്ടിൽ പ്രയോഗം അങ്ങനെയല്ലേ? നിങ്ങളുടെ എന്ന് പറയുന്ന എൻറ്റയർലി യുവേഴ്സ്, ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ. ഇനി മൈ എന്നൊക്കെ പറഞ്ഞാൽ എന്റേത്. ഇന്ത്യ എന്റെയോ ഇതോ ലവന്റെയോ മാത്രമല്ല, നമ്മുടേതാണ്. അപ്പൊ അവൻ പറഞ്ഞ പ്രയോഗത്തെ ഞാൻ എടുത്ത് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. എന്റെ ഇപ്പൊ ചിലപ്പോൾ ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല. ഞാൻ തൊട്ട് മുമ്പേ ഇന്നലത്തെ ദിവസത്തിൽ നമ്മൾ ഒരു ലൈവിന് മുമ്പേ ഒരു വീഡിയോ 5 മണിക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട്, 5:30. ആ വീഡിയോയിൽ അവൻ പറയുന്നതാണ് നിങ്ങളുടെ രാജ്യത്ത് നിയമമുണ്ട്. ഏതാടാ പോയി നിങ്ങളുടെ രാജ്യം? ഇത് എന്റെയും നിന്റെയും നമ്മുടെ രാജ്യമാണ്. അപ്പൊ ഇവിടെ നിയമമുണ്ട് നീ പറ, അതാണ് അന്തസ്. ഞാൻ പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ? ഈ രാജ്യമാണേലും ആളിവിടെ ഇല്ല എന്ന് പറഞ്ഞു വെക്കുന്നതാണ്. അതിൽ കാര്യമില്ല. മിനി നായർ പറയുന്നു ഈ രാജ്യമാണെങ്കിലും ആളിവിടെ ഇല്ല എന്ന് പറഞ്ഞു വെക്കുന്നതാണ്. എവിടെ പോവാനാ? അങ്ങനെയൊന്നും ആർക്കും ഈ രാജ്യത്തിന്റെ നിയമസംഹിതയെ വിട്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ പൗരത്വം ഉപേക്ഷിച്ചുകൊണ്ട് അവൻ എവിടെ പോവാനാ? ഇസ്രയേലിൽ പോവാനോ അതോ പാകിസ്ഥാനിൽ പോവാനോ അതോ ഇനി മറ്റേതെങ്കിലും രാജ്യത്ത് പോകാനോ? സൗദി അറേബ്യ പോകാനോ? അവിടെയൊക്കെ പോയെന്നാൽ നാഷണാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമാവും തെളിവ് കൊടുക്കണം, പാസ്പോർട്ട് കൊടുക്കണം. അപ്പൊ അവിടെ ഇന്ത്യൻ എംബസികൾ, ഇന്ത്യ ഗവൺമെന്റ് ഹീസ് അവർ സിറ്റിസൺ എന്ന് പറഞ്ഞിട്ട് രേഖപ്പെടുത്തിയ ഒരു പ്രൂഫ് കൊടുക്കണം. അല്ലെ അവർ വെടിവെച്ചു കൊല്ലും തീവ്രവാദിയാണെന്ന് പറഞ്ഞിട്ട്. നുഴഞ്ഞുകയറ്റക്കാരനാണ്, അഭയാർത്ഥിയാണ്, ഇങ്ങനെ പല രീതിയിൽ ഐഡന്റിറ്റി ഇല്ലാത്തവനാണ് എന്ന് പറഞ്ഞ് ഒന്നെങ്കിൽ അവർ പിടിച്ച് ജയിലിലിടും. അവരുടെ രാജ്യത്തിന് ശത്രുപക്ഷത്ത് നിന്ന് വന്ന ആളാണോ ആരാണെന്ന് അറിയത്തില്ല. ഹി ഹാവ് എ ഐഡന്റിറ്റി ബിക്കോസ് ഹീസ് ഇന്ത്യൻ സിറ്റിസൺ. ഇന്ത്യ ഒരു പൗരനായിട്ട് അംഗീകരിച്ച് പാസ്പോർട്ട് നൽകിയിട്ടുണ്ടെങ്കിലാണ് അവൻ ഇന്ത്യക്കാരൻ. ഹായ്, ബുദ്ധി അത്രേ ഉള്ളൂ മിനി നായർ. അത് ബുദ്ധിയുടെ മാത്രമല്ല, അത് കയ്യിലിരിപ്പാണ്. ബുദ്ധി എന്ന് പറയുന്ന അതൊക്കെ ബുദ്ധിപൂർവ്വം പറയുന്ന കാര്യങ്ങളാണോ? ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ? ഇന്ത്യക്കാരനാണ് എന്ന് പറയാനുള്ള ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, അത് രാജ്യത്തോട് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. അതൊരു വ്യക്തി രാജ്യത്തോട് ചെയ്യുന്ന ചലഞ്ചാണ്. നിങ്ങളുടെ രാജ്യം എന്ന് പറയുമ്പോൾ എനിക്കൊരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാര്യം ഐ എം ഇന്ത്യൻ സിറ്റിസൺ. ഞാൻ പറയുമ്പോൾ നമ്മുടെ രാജ്യമാണ്, എൻ്റെ രാജ്യമാണ്, നിങ്ങളുടെയും എൻ്റെയും രാജ്യമാണ്, അതുകൊണ്ട് നമ്മുടെ രാജ്യമാണെന്നേ പറയാൻ പറ്റും. നിങ്ങളുടെ രാജ്യം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ രാജ്യത്തെ വേർതിരിച്ച് നിർത്തുകയാണ്. അത് ആ പ്രയോഗത്തിൽ വരുന്ന ഏറ്റവും വലിയൊരു പോരായ്മയാണ്. അപ്പൊ നിന്റെ രാജ്യം ഏതാണെന്ന് ചോദിക്കും നിങ്ങൾ. നമ്മുടെ രാജ്യം എന്ന് പറയുന്നതിന്റെ വ്യത്യാസം ഞാനത് ഈ ഒരു കുറച്ച് വാക്കുകളിൽ ഞാൻ അത് പറഞ്ഞു പോയപ്പോൾ ഞാൻ പറഞ്ഞതാണ്.